മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വെക്റ്റർ ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ വെക്റ്റർ എന്താണ്, അതിന്റെ പ്രത്യേകതകൾ എന്താണ്, അതൊക്കെ നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉള്ള സാധനങ്ങളെയാണ് നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമുക്ക് ഈ ചാപ്റ്ററിൽ വേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചോ. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് വെക്റ്റർ എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വെക്റ്റർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമുള്ള ക്വാണ്ടിറ്റികളെയാണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഒരു വെക്റ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, നമുക്ക് അവിടെ മുതൽ തുടങ്ങാം. ഒരു വെക്റ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെ, ഒരു വെക്റ്ററിന്റെ പേര് ഇങ്ങനെ കൊടുക്കാം. അതായത് എ ബി എഴുതി മേളിലൊരു ആരോ, എ ബി വെക്റ്റർ. അല്ലെങ്കിൽ ഒരു സ്മോൾ ലെറ്റർ ഉപയോഗിച്ച് ഇങ്ങനെയും വെക്റ്ററിന് പേര് കൊടുക്കാം. എന്താണ്? വെക്റ്റർ എ. ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ വെക്റ്ററിന് പേര് കൊടുക്കുന്നത്. ഇനി ഒരു വെക്റ്റർ കണ്ടാൽ എങ്ങനെ മനസ്സിലാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അത് ഇവിടെ നോക്കിയാൽ വെക്റ്റർ എ ഈക്വൽ ടു 2i + 3j - 4k. ഇങ്ങനെ ഐക്കും ജെയ്ക്കും കെയ്ക്കും ഒരു ക്യാപ്പ് ഇട്ടോളണം. ഐ ഉള്ളതും ജെ ഉള്ളതും കെ ഉള്ള സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? വെക്റ്റർ എന്ന് പറയുന്നത്. ഒരു വെക്റ്റർ സാധാരണ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയാണ്? ഐ ഉള്ള ഒരു സാധനം ഉണ്ടാവും, ജെ ഉള്ള ഒരു സാധനം ഉണ്ടാവും, കെ ഉള്ള ഒരു സാധനം ഉണ്ടാവും. ഏതെങ്കിലും ഒരെണ്ണം മിസ്സായി പോയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ആരെങ്കിലൊക്കെ ഒരാളുണ്ടായാൽ മതി. അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? വെക്റ്റർ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. വെക്റ്ററിന്റെ ആദ്യത്തിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്, ഒരു വെക്റ്റർ നിങ്ങൾക്ക് തരുവാണെന്ന് നോക്കി, എ ഈക്വൽ ടു 2i + 3j - 4k. ഇതൊരു വെക്റ്റർ അല്ലേ? ഈ വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ചോദിക്കും. മാഗ്നിറ്റ്യൂഡ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാവോ? വളരെ സിമ്പിളാണ്. മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ശ്രദ്ധിച്ചേടാ, മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മുടെ വെക്റ്റർ എന്താണോ അതെടുത്ത് എഴുതുക, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ വര കൊടുക്കുക. അതിന് വായിക്കുന്നത് മോഡുലസ് എ വെക്റ്റർ എന്നാണ് കേട്ടല്ലോ. മോഡുലസ് വെക്റ്റർ എ കേട്ടല്ലോ. ഇതിൻ്റെ അർത്ഥം എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്റ്റർ, വെക്റ്റർ എയുടെ മാഗ്നിറ്റ്യൂഡ്. അത് കണ്ടുപിടിക്കുന്നത് വളരെ സിമ്പിളാണ്. ഇവിടെ നോക്കിയോ, വെക്റ്റർ എ ഈക്വൽ ടു എങ്ങനെയാണ്? ഐയുടെ കൂടെ നിൽക്കുന്ന നമ്പർ എടുക്കുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക, പ്ലസ് ജെയുടെ കൂടെ നിൽക്കുന്ന നമ്പർ എടുക്കുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക, പ്ലസ് കെയുടെ കൂടെ നിൽക്കുന്ന നമ്പർ എടുക്കുക, -4 അല്ലേ, അതിൻ്റെ സ്ക്വയർ എടുക്കുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റൂട്ടും എടുത്തോളണം. അപ്പോൾ റൂട്ടിൻ്റെ അകത്ത് ഐയുടെ കൂടെയുള്ള നമ്പറിൻ്റെ സ്ക്വയർ, ജെയുടെ കൂടെയുള്ള നമ്പറിൻ്റെ സ്ക്വയർ, കെയുടെ കൂടെയുള്ള നമ്പറിൻ്റെ സ്ക്വയർ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും നോക്കൂ. റൂട്ടിൻ്റെ അകത്ത് 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, -4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16. അപ്പോൾ ആൻസർ എത്ര വന്നടാ? റൂട്ടിൻ്റെ അകത്ത് 29 എന്ന് വന്നു. സിമ്പിൾ. അപ്പോൾ ഇവിടെ നോക്ക്, വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒരു വെക്റ്റർ എടുക്കുവാണ്, എ ബി എന്ന് പറയുന്ന ഒരു വെക്റ്റർ എഴുതുവാണ്. എന്താണ്? ai + bj + ck എന്നാണെങ്കിൽ ഈ വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കണമെന്നാണ് പറഞ്ഞത്? ഐയുടെ കൂടെ നിൽക്കുന്നതിൻ്റെ സ്ക്വയർ, ജെയുടെ കൂടെ നിൽക്കുന്നതിൻ്റെ സ്ക്വയർ, കെയുടെ കൂടെ നിൽക്കുന്നതിൻ്റെ സ്ക്വയർ, ഇതിൻ്റെയൊക്കെ റൂട്ട് എടുത്താൽ ആൻസറായി. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്ക്, ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്റ്റർ എ ഈക്വൽ ടു എന്താണ്? 3i + 4j + 5k. സിമ്പിൾ. അപ്പൊ കണ്ടുപിടിക്കാം. മാഗ്നിറ്റ്യൂഡാണ് റൂട്ടിൻ്റെ അകത്ത് ഐയുടെ കൂടെ നിൽക്കുന്ന നമ്പറിന്റെ സ്ക്വയർ, ജെയുടെ കൂടെ നിൽക്കുന്ന നമ്പറിന്റെ സ്ക്വയർ, കെയുടെ കൂടെ നിൽക്കുന്ന നമ്പറിന്റെ സ്ക്വയർ. സിമ്പിൾ. അപ്പൊ റൂട്ടിൻ്റെ അകത്ത് 3യുടെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25. ആൻസർ എത്ര വന്നു? √50. ഇത്ര എഴുതിയാൽ മതി, ഫുൾ മാർക്കായി. സിമ്പിൾ. അടുത്തതിലേക്ക് പോവാം. അടുത്തത് വളരെ സിമ്പിൾ ആണ്. എന്താണ്? പൊസിഷൻ വെക്റ്റർ. പൊസിഷൻ വെക്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാവോ? സിമ്പിൾ. ഇത് നോക്കിയടാ, ഇത് x ആക്സിസ്, ഇത് y ആക്സിസ്, ഇങ്ങോട്ടൊരു z ആക്സിസും ഉണ്ട്. ഇനി ഞാനിവിടെ ഒരു പോയിന്റ് എഴുതി, ഞാനിവിടെ ഒരു പോയിന്റ് എടുക്കുവാണ്. ആ പോയിന്റിൽ ഞാൻ 2, 2, 3, 4 എന്നെടുത്തു അല്ലെ. പോയിന്റിന്റെ കോർഡിനേറ്റ്സ് 2, 3, 4 എന്നെടുത്തു, എടുത്തല്ലോ. ഇനി സിമ്പിൾ. പൊസിഷൻ വെക്ടർ, ഈ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒറിജിനിൽ നിന്ന് എങ്ങോട്ട് വരയ്ക്കുന്ന ഈ വെക്ടറിനെയാണ് പൊസിഷൻ വെക്ടർ എന്ന് സൂചിപ്പിക്കുന്നത്. അത് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണോ നമ്മളുടെ പോയിന്റ് അതിൻ്റെ കൂടെ ഐ ചേർക്കുക, ആദ്യത്തേൻ്റെ കൂടെ ഐ ചേർക്കുക, രണ്ടാമത്തേൻ്റെ കൂടെ ജെ ചേർക്കുക, മൂന്നാമത്തേൻ്റെ കൂടെ കെ ചേർക്കുക. അപ്പം എന്താവും? ഇതിൻ്റെ പൊസിഷൻ വെക്ടർ ആവും. സിമ്പിൾ. അപ്പോൾ എന്താണോ നമ്മളുടെ പോയിന്റ് അതിൽ ആദ്യത്തെ നമ്പറിൻ്റെ കൂടെ എക്സ് കോർഡിനേറ്റിൻ്റെ കൂടെ ഐ ചേർക്കുക, വൈ കോർഡിനേറ്റിൻ്റെ കൂടെ ജെ ചേർക്കുക, ഇസഡ് കോർഡിനേറ്റിൻ്റെ കൂടെ എന്ത് ചേർക്കുക? കെ ചേർക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ കിട്ടും. സിമ്പിൾ 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 അല്ലേ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്ക്,
ഫൈൻഡ് ദ പൊസിഷൻ വെക്ടർ ഓഫ് ദ പോയിന്റ്. പോയിന്റ് ഏതാണ്? 2 -5 4. ഇതല്ലേ പോയിന്റ്. ഇതിന്റെ പൊസിഷൻ വെക്ടർ എങ്ങനെ വരും? a ഈക്വൽ ടു, സിമ്പിൾ ആയിട്ട് പറയാം, ആദ്യത്തെ നമ്പറിന്റെ കൂടെ i ചേർക്കുക, 2i. രണ്ടാമത്തെ നമ്പറിന്റെ കൂടെ j ചേർക്കുക, -5j. മൂന്നാമത്തെ നമ്പറിന്റെ കൂടെ k ചേർക്കുക, എല്ലാത്തിനും ഒരു ക്യാപ്പ് ഇട്ടേക്കുക. സിമ്പിൾ. ഇതാണ് പൊസിഷൻ വെക്ടർ. അപ്പൊ പൊസിഷൻ വെക്ടർ മനസ്സിലായല്ലോ. ഒരു പോയിന്റ് തന്നു കഴിഞ്ഞാൽ ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്താണോ, ശ്രദ്ധിച്ചേ, ആ പോയിന്റിന്റെ കോർഡിനേറ്റ് എക്സ് വൈ ഇസഡ് ആണെന്നിരിക്കട്ടെ. പൊസിഷൻ വെക്ടർ എങ്ങനെ വരും? സിമ്പിൾ. എക്സ് കോർഡിനേറ്റിന്റെ കൂടെ ഐ, വൈ കോർഡിനേറ്റിന്റെ കൂടെ ജെ, ഇസഡ് കോർഡിനേറ്റിന്റെ കൂടെ കെ ചേർക്കുക, ക്യാപ്പ് ഇടുക. അപ്പൊ നമ്മളുടെ എന്തായി? പൊസിഷൻ വെക്ടറായി. സിമ്പിൾ അല്ലെ? അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് വെക്ടർ ജോയിനിങ് 2 പോയിന്റ്സ്. 2 പോയിന്റുകൾ നമുക്ക് തരും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 2, 3, 4 എന്ന് പറയുന്ന ഒരു പോയിന്റ് തന്നു. വേറൊരു പോയിന്റ് തരുവാണ് 7, 8, 9 എന്ന് പറയുന്ന വേറൊരു പോയിന്റ് തന്നു. എനിക്ക് ഈ 2 പോയിന്റുകൾ കൂടി ജോയിൻ ചെയ്ത്, ആദ്യത്തെ പോയിന്റിനെ ഞാൻ എ എന്ന് വിളിച്ചേ, രണ്ടാമത്തെ പോയിന്റിനെ, ആദ്യത്തെ പോയിന്റിനെ ഞാൻ എന്ത് വിളിച്ചു? എ എന്ന് വിളിച്ചു. രണ്ടാമത്തെ പോയിന്റിനെ ഞാൻ ബി എന്ന് വിളിച്ചു. എനിക്ക് ഈ എയും ബിയും കൂടി ജോയിൻ ചെയ്ത് ഒരു വെക്ടർ ഉണ്ടാക്കണം. അവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, എയും ബിയും കൂടി ജോയിൻ ചെയ്ത് എനിക്ക് എ ബി എന്ന് പറയുന്ന ഒരു വെക്ടറും ഉണ്ടാക്കാം, തിരിച്ച് ബി എ എന്ന് പറയുന്ന ഒരു വെക്ടറും ഉണ്ടാക്കാം. 2 വെക്ടറും ഉണ്ടാക്കാം കേട്ടോ. ഡയറക്ഷൻ മാറുന്നതനുസരിച്ച് വെക്ടറും മാറും കേട്ടല്ലോ. അപ്പൊ എനിക്ക് 2 വെക്ടറും ഉണ്ടാക്കാം. എങ്ങനെയാണ് എ ബി എന്ന് പറയുന്ന വെക്ടർ ഉണ്ടാക്കുന്നതെന്ന് പറയട്ടെ. വളരെ സിമ്പിൾ ആണ്. എ ബി എന്ന് പറയുന്ന വെക്ടർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയട്ടെ. സിമ്പിൾ ആണ്. ഇവിടുത്തെ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ലെറ്റർ ഏതാണെന്ന് നോക്കുക, ബി അല്ലേ. അപ്പൊ ബിയിൽ നിന്ന്, രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ലെറ്ററിൽ നിന്ന് ആദ്യത്തെ പറഞ്ഞിരിക്കുന്ന ലെറ്റർ അങ്ങോട്ട് കുറയ്ക്കുക. ബിയിൽ നിന്ന് എ കുറയ്ക്കുക. ബിയിൽ നിന്ന് എ കുറച്ചാൽ എ ബി ആയി. അപ്പൊ പറ, 7ൽ നിന്ന് ആദ്യത്തെ എക്സ് കോർഡിനേറ്റുകൾ കുറയ്ക്കുക, വൈ കോർഡിനേറ്റുകൾ കുറയ്ക്കുക, ഇസഡ് കോർഡിനേറ്റുകൾ കുറയ്ക്കുക. അത്രേ ഉള്ളൂ. ഇവിടുത്തെ ഫസ്റ്റ് ലെറ്റർ, ഫസ്റ്റ് നമ്പർ 7, ഇവിടെ 2. അപ്പൊ 7 - 2, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് കേട്ടോ കുറയ്ക്കുന്നത്. ബിയിൽ നിന്ന് എ. 7 - 2 എത്രയാടാ? 5. ആദ്യത്തെ എക്സ് ആയതുകൊണ്ട് ഐ ചേർത്ത് പറയുക. അടുത്തത് 8 - 3 എത്ര കിട്ടിയടാ? 5. അതിന്റെ കൂടെ ജെ ചേർത്ത് പറയുക. സിമ്പിൾ. അടുത്തത് 9ൽ നിന്ന് 4 കുറയ്ക്കുക, അപ്പോഴും നമുക്ക് 5 ആണ് കിട്ടിയത്. അതിന്റെ കൂടെ കെ ചേർക്കുക. ഇതാണെന്ത്? എ ബി. സിമ്പിൾ കാര്യം അല്ലേ? സിമ്പിൾ കാര്യം, സിമ്പിൾ കാര്യം. ഇനി എന്താണ്? നമ്മളോട് ബി എ എന്ന് പറയുന്ന വെക്ടറാണ് ഉണ്ടാക്കാൻ പറഞ്ഞെങ്കിൽ എങ്ങനെ ചെയ്യണം? രണ്ടാമത്തെ ലെറ്റർ നോക്കുക, എയിൽ നിന്ന് ആദ്യത്തെ ലെറ്റർ കുറയ്ക്കുക, ബി കുറയ്ക്കുക. അപ്പൊ എയിൽ നിന്നാണ് ബി കുറയ്ക്കുന്നത്. നോക്കിയാൽ 2ൽ നിന്ന് 7 കുറയ്ക്കുക, അപ്പൊ -5 വന്നു. അതിന്റെ കൂടെ ഐ ചേർത്തു. അടുത്തത് 3ൽ നിന്ന് 8 കുറയ്ക്കുക, അപ്പോഴും -5 വന്നു. അതിന്റെ കൂടെ ജെ ചേർത്തു. 4ൽ നിന്ന് 9 കുറയ്ക്കുക, അപ്പോൾ -5 വന്നു. അതിന്റെ കൂടെ കെ ചേർത്തു. സിമ്പിൾ. ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ എന്തിട്ടോളണം? ക്യാപ്പ് ഇട്ടോളണം കേട്ടല്ലോ. വളരെ സിമ്പിൾ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്ക്. ഫൈൻഡ് ദ പൊസിഷൻ വെക്ടർ ബിറ്റ്വീൻ ദ പോയിന്റ്സ്. 2 പോയിന്റുകൾ 1, 4, 9 ആൻഡ് 3, 2, 5. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ഇതിന് രണ്ടിനും പേര് കൊടുക്കുവാണ് കേട്ടോ ഞാൻ. ഒന്നിന് എ എന്നും ഒന്നിന് ബി എന്നും പേര് കൊടുത്തു. അപ്പൊ ഏത് വെക്ടർ ആണെന്ന് നമ്മളോട് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ സിമ്പിൾ ആയിട്ട് എ ബി എന്ന് പറയുന്ന വെക്ടറാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എടാ, എ ബി എന്ന് പറയുന്ന വെക്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ലെറ്ററിൽ നിന്ന് ആദ്യത്തെ ലെറ്റർ കുറച്ചങ്ങോട്ട് എഴുതിയാൽ മതി. ബിയിൽ നിന്ന് എ കുറച്ചെഴുതണം അല്ലെ? എ ബി എന്ന് പറയുന്ന വെക്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ബിയിൽ നിന്ന് എ കുറച്ചെഴുതണം. അപ്പൊ 3 - 1 2 ഐ ചേർത്തു. അടുത്തത് 2 - 4 -2 ജെ ചേർത്തു. 5 - 9 -4 കെ ചേർത്തു. സിമ്പിൾ, സിമ്പിൾ, സിമ്പിൾ. ഐ ആയി, ജെ ആയി, കെ ആയി. ഇത്രേ ഉള്ളൂ. അടുത്തതിലേക്ക് പോവാം. അടുത്ത കാര്യം, അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു വെക്ടർ ഉണ്ടെന്ന് വിചാരിച്ചു. എ എന്ന് പറയുന്ന ഒരു വെക്ടർ, അതിന് ഞാൻ ഇങ്ങനെ എഴുതി, xi പ്ലസ് xi പ്ലസ് yj പ്ലസ് yj പ്ലസ് yj പ്ലസ് zk എന്ന് എഴുതി. ഇത് സാധാ വെക്ടർ. ഇതിന്റെ യൂണിറ്റ് വെക്ടറിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? എ എഴുതി മേളിലൊരു ക്യാപ്പ് എഴുതും. അപ്പൊ എ എഴുതി മേളിലൊരു ക്യാപ്പ് ഇട്ടാൽ അതിന്റെ അർത്ഥം എന്താ? അത് യൂണിറ്റ് വെക്ടർ ആണെന്നാണ്. ഈ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? വളരെ സിമ്പിൾ ആണ്. യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ വെക്ടർ ഏതാണോ അതങ്ങോട്ട് എഴുതും. അതിനെ അതിൻ്റെ തന്നെ വെക്ടറിൻ്റെ തന്നെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടൂടാ? യൂണിറ്റ് വെക്ടർ കിട്ടും. സിമ്പിൾ, സിമ്പിൾ, സിമ്പിൾ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ. ഒരു വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ ആ വെക്ടർ എഴുതുക, അതിനെ
അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയല്ലേ, മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്തായടാ, നമുക്ക് യൂണിറ്റ് വെക്ടറായി. സിമ്പിൾ കാര്യം, സിമ്പിൾ കാര്യം, സിമ്പിൾ കാര്യം. അപ്പോൾ യൂണിറ്റ് വെക്ടർ മനസ്സിലായല്ലോ. ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരട്ടെ. ഇതേ നോക്കിക്കോ, ഞാൻ എ എന്ന് പറഞ്ഞ ഒരു വെക്ടർ എഴുതി. നോക്ക്, 2 + 2i + 2i + 3j - 5k. ഓക്കെ അല്ലേ? എനിക്ക് ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ വേണം. യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്മുടെ വെക്ടർ എന്താണോ അതിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണ്, ആൻസറായി. അപ്പോൾ നമ്മളുടെ വെക്ടർ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ പോരെ? മാഗ്നിറ്റ്യൂഡ് പറ. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? റൂട്ടിൻ്റെ അകത്ത് ഐയുടെ കൂടെയുള്ള നമ്പർ 2ന്റെ സ്ക്വയർ എടുത്തു, ജെയുടെ കൂടെയുള്ള നമ്പർ 3യുടെ സ്ക്വയർ എടുത്തു, കെയുടെ കൂടെയുള്ള നമ്പർ -5ന്റെ സ്ക്വയർ എടുത്തു. അപ്പോൾ ആൻസർ എത്ര കിട്ടിയടാ? റൂട്ടിൻ്റെ അകത്ത് 2ന്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9, -5ന്റെ സ്ക്വയർ എത്രയാണ്? 25. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 9 + 4 എന്ന് പറയുന്നത് 13, 13 + 25 എന്ന് പറയുന്നത് എത്രയാണ്? 38 എന്ന് വന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ആൻസർ എഴുതാം. നോക്ക്, വെക്ടറിന്റെ ഇക്വേഷൻ, യൂണിറ്റ് വെക്ടറിന്റെ ഇക്വേഷൻ എന്താണ്? A cap = നമ്മുടെ വെക്ടർ ഏതാണോ അത് എഴുതുക. 2i + 3j - 5k ഡിവൈഡഡ് ബൈ എത്രയാ മോഡുലസ്? √38. കേട്ടല്ലോ? ഇത് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാം, അത്രേ ഉള്ളൂ. നോക്കിയോ, 2i / √38 + 3j / √38 - 5k / √38. സിമ്പിൾ, സിമ്പിൾ, സിമ്പിൾ. ഇത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇത്രയുമാണ് എന്തിൽ പഠിക്കാനുള്ളത്? യൂണിറ്റ് വെക്ടറിൽ പഠിക്കാനുള്ളത്. കേട്ടല്ലോ? ഇനി യൂണിറ്റ് വെക്ടറിന്റെ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചെയ്യാം. വളരെ സിമ്പിൾ. നോക്ക്, A = I + j + 2k. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? യൂണിറ്റ് വെക്ടർ ആണ്. യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വെക്ടർ എഴുതുക, അതിന്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് വെക്ടർ. ഇതിന്റെ മോഡുലസ് നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാം. എന്ത് ചെയ്യുക? റൂട്ടിന്റെ അകത്ത് ഐയുടെ കൂടെ നിൽക്കുന്ന നമ്പർ 1, അതിന്റെ സ്ക്വയർ എടുത്തു, ജെയുടെ കൂടെ നിൽക്കുന്ന നമ്പർ 1, അതിന്റെ സ്ക്വയർ എടുത്തു, കെയുടെ കൂടെ നിൽക്കുന്ന നമ്പർ 2, അതിന്റെ സ്ക്വയർ എടുത്തു, വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ടിന്റെ അകത്ത് 1 + 1 + 4 എന്ന് വരും. ആൻസർ എത്രയാണ്? √6. സിമ്പിൾ. ഇതിന്റെ ആൻസർ അപ്പോൾ എത്ര വന്നു? വെക്ടർ I + j - 2k ആണ്. I + j + 2k അല്ലേ? 2k ഡിവൈഡഡ് ബൈ √6. ഇത് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാം. I / √6 + j / √6 + 2k / √6. ഇതാണെന്ത്? യൂണിറ്റ് വെക്ടർ. സിമ്പിൾ, സിമ്പിൾ. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഡയറക്ഷൻ റേഷ്യോസ് ആണ്. എടാ വളരെ സിമ്പിളാണ്. ഒരു വെക്ടർ തരുവാണ്, നിങ്ങൾ നോക്കിയേ, AI + BJ + CK. ഇതൊരു വെക്ടർ അല്ലേടാ? ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡയറക്ഷൻ റേഷ്യോ നമ്മളിത് ഇങ്ങനെയൊക്കെ എഴുതും കേട്ടോ. DRs എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്ഷൻ റേഷ്യോസ്. കേട്ടല്ലോ? ഡയറക്ഷൻ റേഷ്യോസ്. അപ്പോൾ ഒരു വെക്ടർ തന്നിട്ട് അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കണ്ടടാ. ഐയുടെ കൂടെയുള്ള നമ്പർ ഏതാണെന്ന് നോക്കുക, A, അതെടുത്ത് എഴുതുക. ജെയുടെ കൂടെയുള്ള നമ്പർ ഏതാണെന്ന് നോക്കുക, B, അതെടുത്ത് എഴുതുക. കെയുടെ കൂടെയുള്ള നമ്പർ ഏതാണെന്ന് നോക്കുക, C, അത് വെറുതെ കോമിയിട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി. സിമ്പിൾ അല്ലേ? ഇത് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ചെയ്യാം. A = 2i + 7j - 8k. ഓക്കെ അല്ലേ? ഇതൊരു വെക്ടറാണ്. ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് ഇപ്പോൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഐയുടെ കൂടെയുള്ള നമ്പർ 2, ജെയുടെ കൂടെയുള്ള നമ്പർ 7, കെയുടെ കൂടെയുള്ള നമ്പർ -8. ഇതാണ് ഡയറക്ഷൻ റേഷ്യോ. സിമ്പിൾ അല്ലേടാ? പൂ പോലെ എളുപ്പം. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദ വെക്ടർ. ഒരു വെക്ടർ തന്നിട്ടുണ്ട്, 3i - 4j + 5k. ഒരു വെക്ടർ ആണല്ലേ? ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെ എഴുതണം? ഐയുടെ കൂടെയുള്ള നമ്പർ 3, ജെയുടെ കൂടെയുള്ള നമ്പർ -4, കെയുടെ കൂടെയുള്ള നമ്പർ 5. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതാണ് ഡയറക്ഷൻ റേഷ്യോ. ഇപ്പോൾ ഡയറക്ഷൻ റേഷ്യോ ഒക്കെ ആയാലോ വെക്ടർ തന്നു കഴിഞ്ഞാൽ. ഇനി പഠിക്കാനുള്ളത് ഡയറക്ഷൻ കൊസൈൻ. മാറിപ്പോരുതേട്ടാ രണ്ടും കൂടി. ആദ്യം പഠിച്ചത് റേഷ്യോ, ഇപ്പോൾ പഠിക്കാൻ പോകുന്ന ഡയറക്ഷൻ കൊസൈൻ. ഡയറക്ഷൻ റേഷ്യോവും ഡയറക്ഷൻ കൊസൈനും. കേട്ടല്ലോ? ഈ ഡയറക്ഷൻ കൊസൈൻ സത്യം പറഞ്ഞാലേ 2 രീതിയുണ്ട്. ആ 2 രീതിയും പറഞ്ഞു തരാം. ഒന്നാമത്തെ രീതി, നമുക്ക് എന്തൊക്കെയുണ്ട്? ഒരു X ആക്സിസ് ഉണ്ടെന്നറിയാം, ഒരു Y ആക്സിസ് ഉണ്ടെന്നറിയാം, അതുപോലെ ഒരു Z ആക്സിസും ഉണ്ടെന്നറിയാം. ഞാനൊരു വെക്ടർ എടുക്കുവാണ്.
ഈ വെക്ടർ ഇതാണ് നമ്മളുടെ വെക്ടർ കേട്ടല്ലോ. ഈ വെക്ടർ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫയും വൈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റയും ഇസഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഗാമയും ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഈ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ, വൈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റ, ഇസഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? ഗാമ. ഇതിൻ്റെയൊക്കെ കോസ് എടുത്താൽ, അതായത് ഏതാണ്? കോസ് ആൽഫ പിന്നെ എന്താണ്? കോസ് ബീറ്റ, കോസ് ഗാമ. ഈ ആംഗിളുകളുടെയൊക്കെ കോസ് എടുത്താൽ എന്താണോ കിട്ടുന്നത് അതാണ് ഡയറക്ഷൻ കൊസൈൻ കേട്ടല്ലോ. അതാണ് ഡയറക്ഷൻ കൊസൈൻ കേട്ടല്ലോ. അതായത് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിള്, വൈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിള്, ഇസഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിള്, ഇതിൻ്റെയൊക്കെ കോസ് എടുത്താൽ നമുക്ക് കിട്ടുന്ന ആളാണ് എന്ത്? ഡയറക്ഷൻ കൊസൈൻ കേട്ടല്ലോ. ഇനി ഈ കോസ് ആൽഫേനെ നമ്മൾ എൽ എന്ന് വിളിക്കാറുണ്ട് കേട്ടല്ലോ. അപ്പോൾ എൽ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് ആൽഫ. ഈ കോസ് ബീറ്റേനെ നമ്മൾ എം എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. കോസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? എം. കോസ് ഗാമേനെ നമ്മൾ എൻ എന്നും വിളിക്കാറുണ്ട്. സിമ്പിൾ. ഈ എല്ലും എമ്മും എന്നും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. എല്ലിൻ്റെ സ്ക്വയറും എമ്മിൻ്റെ സ്ക്വയറും എന്നിൻ്റെ സ്ക്വയറും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ എൽ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് ആൽഫ. എം എന്ന് പറഞ്ഞാൽ എന്താ? കോസ് ബീറ്റ. എൻ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് ഗാമ. സിമ്പിൾ അല്ലേടാ. ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എ വെക്ടർ മേക്സ് 30 ഡിഗ്രി വിത്ത് എക്സ് ആക്സിസ്, 60 ഡിഗ്രി വിത്ത് വൈ ആക്സിസ്, 45 ഡിഗ്രി വിത്ത് ഇസഡ് ആക്സിസ്. അതായത് നേരത്തെ ശ്രദ്ധിച്ചോ, വളരെ സിമ്പിൾ. ഒരു എക്സ് ആക്സിസ് ഉണ്ട്, ഒരു വൈ ആക്സിസ് ഉണ്ട്, ഒരു ഇസഡ് ആക്സിസ് ഉണ്ട്. ഒരു വെക്ടർ ഈ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി. വൈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി. ഈ സെഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ഇറ്റ് ഡയറക്ഷൻ കൊസൈൻസ്. അപ്പോൾ ഡയറക്ഷൻ കൊസൈൻസിന് DCs എന്ന് എഴുതാവേ. ഡയറക്ഷൻ കൊസൈൻസ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താ? ഡയറക്ഷൻ കൊസൈൻസ് കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ, ഇതല്ലേ ഡയറക്ഷൻ കൊസൈൻ. കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 30, കോസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? വൈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 60. കോസ് ഗാമ എന്ന് പറഞ്ഞാൽ എന്താ? ഇസഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 45. സിമ്പിൾ. അപ്പോൾ കോസ് 30 എത്ര വന്നു? √3/2, കോസ് 60 എത്ര വന്നു? 1/2, കോസ് 45 എത്ര വന്നു? 1/√2. ഇതാണ് ഡയറക്ഷൻ കൊസൈൻസ്. സിമ്പിൾ അല്ലേ? ഇതൊരു മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നോക്ക്, ഞാനൊരു വെക്ടർ എടുക്കുവാണ്. നോക്കിയേ, AI പ്ലസ് BJ പ്ലസ് CK. ഇതൊരു വെക്ടർ അല്ലേ? എനിക്ക് ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ എടുത്ത് എഴുതാമല്ലോ. തെറ്റിച്ച് കളയരുത്. ഡയറക്ഷൻ റേഷ്യോസ് ഇതിന് മുമ്പ് പറഞ്ഞ സാധനം. എങ്ങനെയാണ് ഡയറക്ഷൻ റേഷ്യോ എഴുതുന്നത്? ഐയുടെ കൂടെയുള്ള നമ്പർ A, ജെയുടെ കൂടെയുള്ള നമ്പർ B, കെയുടെ കൂടെയുള്ള നമ്പർ C. ഇതാണ് ഡയറക്ഷൻ റേഷ്യോ. ഈ ഡയറക്ഷൻ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ് എഴുതാം. എങ്ങനെയാണെന്ന് പറയട്ടെ. സിമ്പിളാണ്. ആദ്യം നോക്ക്, എ എന്ന് പറയുന്ന ഫസ്റ്റ് ഡയറക്ഷൻ കൊസൈൻ എടുത്തു. എന്നിട്ട് അതിനെ ഒരു സാധനം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നോക്കിയേ, നമ്മുടെ ഡയറക്ഷൻ റേഷ്യോസ് ഇല്ലേ, അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി സ്ക്വയർ ആഡ് ചെയ്തിട്ട് റൂട്ട് എടുത്തത്. നോക്ക്, എയുടെ സ്ക്വയർ, ബിയുടെ സ്ക്വയർ, സിയുടെ സ്ക്വയർ, അതിൻ്റെ റൂട്ട് കേട്ടല്ലോ. അപ്പോൾ എയിനെ ഡിവൈഡ് ചെയ്യേണ്ടത് എന്താണ്? A² പ്ലസ് B² പ്ലസ് C² കൊണ്ട്. ഇതാണ് ഒന്നാമത്തെ ഡയറക്ഷൻ കൊസൈൻ. രണ്ടാമത്തെ കണ്ടുപിടിക്കാൻ രണ്ടാമത്തെ ആളെടുക്കുക, ഇതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക. A² പ്ലസ് B² പ്ലസ് C². ഓക്കെ. മൂന്നാമത്തത് കണ്ടുപിടിക്കാൻ മൂന്നാമത്തെ ആളെ എടുക്കുക, ഇതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക. A² പ്ലസ് B² പ്ലസ് C². ഓക്കെ അല്ലേ? അപ്പോൾ വെക്ടർ തന്നിട്ട് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യം ഡയറക്ഷൻ റേഷ്യോ എഴുതുക, എന്നിട്ട് എല്ലാം കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് എഴുതുക. സംശയം ഉണ്ടോ? ഇതേ ഒരു ക്വസ്റ്റ്യൻ നോക്കാടാ. നോക്ക്, ഫൈൻഡ് ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദ വെക്ടർ. ഒരു വെക്ടർ തന്നിട്ടുണ്ട് 2i മൈനസ് 4j പ്ലസ് 3k. ഇതാണ് നമ്മളുടെ വെക്ടർ. വെക്ടർ തന്നാൽ ആദ്യം നമുക്ക് എഴുതാൻ പറ്റുന്ന ഡയറക്ഷൻ റേഷ്യോസ് ആണ്. ഐയുടെ കൂടെ നിൽക്കുന്ന 2, ജെയുടെ കൂടെ നിൽക്കുന്നത് -4, കെയുടെ കൂടെ നിൽക്കുന്നത് 3. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ് എഴുതണം. ഡയറക്ഷൻ കൊസൈൻസ് എഴുതാൻ നമുക്ക് ആദ്യം വേണ്ടത് റൂട്ടിൻ്റെ അകത്ത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ക്വയർ എടുക്കുക. 2ൻ്റെ സ്ക്വയർ എടുത്തു, -4ൻ്റെ സ്ക്വയർ എടുത്തു, 3യുടെ സ്ക്വയർ എടുത്തു. അപ്പോൾ ആൻസർ എത്ര വന്നു? റൂട്ടിൻ്റെ അകത്ത് 2യുടെ സ്ക്വയർ എത്രയാണ്? 4, -4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16, പ്ലസ് 3യുടെ സ്ക്വയർ എത്രയാണ്? 9. സിമ്പിൾ അല്ലേ? അപ്പോൾ ആൻസർ എത്ര വന്നു? റൂട്ടിൻ്റെ അകത്ത് 29 എന്ന് വന്നു. ഓക്കെ അല്ലേ? ഇനി ഡയറക്ഷൻ കൊസൈൻസ് എങ്ങനെ എഴുതുന്നത്? ഫസ്റ്റ് നമ്പർ എടുക്കുക 2, അതിനെ
ഇപ്പോൾ കിട്ടിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക 29 കോമ സെക്കൻഡ് നമ്പർ എടുക്കുക -4 അതിനെയും ഇപ്പോൾ കിട്ടിയ 29 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. തേർഡ് നമ്പർ എടുക്കുക 3 അതിനെയും 29 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതാണ് ഡയറക്ഷൻ കോസൈൻസ്. സിമ്പിൾ കാര്യം, വളരെ സിമ്പിൾ കാര്യം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഈക്വാലിറ്റി ഓഫ് വെക്ടേഴ്സ്. അതായത് രണ്ട് വെക്ടർ ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കടാ AI പ്ലസ് BJ പ്ലസ് CK ഇതൊരു വെക്ടർ അല്ലേ? ഈ വെക്ടറും XI പ്ലസ് YJ പ്ലസ് ZK ഈ രണ്ട് വെക്ടറുകൾ ഈക്വൽ ആണെന്ന് പറഞ്ഞു. രണ്ട് വെക്ടറുകൾ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഐയുടെ കൂടെ നിൽക്കുന്ന നമ്പറുകളും ജെയുടെ കൂടെ നിൽക്കുന്ന നമ്പറുകളും കെയുടെ കൂടെ നിൽക്കുന്ന നമ്പറുകളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ ഐയുടെ കൂടെ A ആണ്, ഇവിടെ ഐയുടെ കൂടെ X ആണ്, എയും എക്സും ഈക്വൽ ആയിരിക്കും. ഇവിടെ ജെയുടെ കൂടെ B ആണ്, അവിടെ ജെയുടെ കൂടെ Y ആണ്, ബിയും വൈയും ഈക്വൽ ആയിരിക്കും. ഇവിടെ കെയുടെ കൂടെ C ആണ്, ഇവിടെ കെയുടെ കൂടെ Z ആണ്, സിയും ഇസഡും ഈക്വൽ ആയിരിക്കും. സിമ്പിൾ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കടാ. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് വൈ ആൻഡ് ഇസഡ് സോ ദാറ്റ് ദ വെക്ടേഴ്സ് എ ആൻഡ് ബി ആർ ഈക്വൽ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എയും ബിയും ഈക്വൽ ആണ്. ഓക്കെ അല്ലേ? എ ആരാണ്? എ ഇവനാണ്. ഇത് നോക്ക്, XI പ്ലസ് 2J പ്ലസ് ZK ഈക്വൽ ടു ബി ആരാടാ? 2I പ്ലസ് YJ പ്ലസ് K. ഓക്കെ അല്ലേ? ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ നോക്കടാ, ഇവിടെ ഐയുടെ കൂടെ X ആണ്, ഇവിടെ ഐയുടെ കൂടെ 2 ആണ്, അപ്പോൾ X ഈക്വൽ ടു 2. ഓക്കെ അല്ലേ? ഇവിടെ ജെയുടെ കൂടെ 2 ആണ്, ജെയുടെ കൂടെ Y ആണ്, അപ്പോൾ Y ഈക്വൽ ടു 2 കിട്ടി. ഇവിടെ കെയുടെ കൂടെ Z ആണ്, ഇവിടെ കെയുടെ കൂടെ 1 ആണ്, അപ്പോൾ Z ഈക്വൽ ടു 1. സിമ്പിൾ സിമ്പിൾ. അപ്പോൾ രണ്ട് വെക്ടറുകൾ ഈക്വൽ ആണെങ്കിൽ ഈ എക്സുകളുടെ കൂടെ അല്ല ഐയുടെ കൂടെ നിൽക്കുന്ന നമ്പറുകൾ ഈക്വൽ ആയിരിക്കും, ജെയുടെ കൂടെ നിൽക്കുന്ന നമ്പറുകൾ ഈക്വൽ ആയിരിക്കും, കെയുടെ കൂടെ നിൽക്കുന്ന നമ്പറുകൾ ഈക്വൽ ആയിരിക്കും. സിമ്പിൾ അല്ലേ? അത്രേ ഉള്ളൂ. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് വെക്ടേഴ്സ് തന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ആഡ് ചെയ്യാം, അതെങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം, അതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്നല്ല, അതെങ്ങനെ സ്കെയിലാർ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ അല്ല, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സാധനം എടുത്തു, എങ്ങനെ രണ്ട് വെക്ടറുകൾ അഡീഷൻ ചെയ്യാം അല്ലെങ്കിൽ ആഡ് ചെയ്യാം. ഇവിടെ വളരെ സിമ്പിളാണ്. രണ്ട് വെക്ടറുകൾ ആഡ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? സിമ്പിളാണ്. ഇവിടെ നോക്കടാ, എ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ടെന്ന് വിചാരിച്ചു, 2I പ്ലസ് 3J പ്ലസ് 5K. ബി എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ടെന്ന് വിചാരിച്ചോ, 3I പ്ലസ് 7J പ്ലസ് 8K. എനിക്ക് ഈ എയും ബിയും കൂടി കൂട്ടണം. എ എന്ന് പറയുന്ന വെക്ടറും ബി എന്ന് പറയുന്ന വെക്ടറും കൂടി കൂട്ടണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ ഐയുടെ കൂടെയുള്ള നമ്പറുകൾ ഉണ്ട്, ഏതൊക്കെയാണ്? 2ഉം 3ഉം. അത് രണ്ടും കൂടി കൂട്ടുക. 2ഉം 3ഉം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 5. അത് ഐ ഇട്ട് അങ്ങോട്ട് എഴുതി വെക്കുക. ഐയുടെ കൂടെയുള്ള നമ്പറുകൾ കൂട്ടി ഐ ഇട്ട് അങ്ങോട്ട് എഴുതുക. പ്ലസ് ജെയുടെ കൂടെയുള്ള നമ്പറുകൾ കൂട്ടുക. 3ഉം 7ഉം അല്ലേ? എത്രയാണ്? 3ഉം 7ഉം അല്ലേ? 3ഉം 7ഉം കൂടി കൂട്ടുമ്പോൾ 10 കിട്ടി, അത് ജെ ഇട്ട് അങ്ങോട്ട് എഴുതുക. പ്ലസ് കെയുടെ കൂടെയുള്ള നമ്പർ കൂട്ടുക, 8ഉം 5ഉം. അപ്പോൾ എത്ര കിട്ടിയടാ? 13. അത് കെ ഇട്ട് അങ്ങോട്ട് എഴുതുക. ഇത്ര ഉള്ളു പരിപാടി. എന്താണ്? ഐയുടെ കൂടെയുള്ള നമ്പറുകൾ കൂട്ടി ഐ ഇട്ട് എഴുതുക, ജെയുടെ കൂടെയുള്ള നമ്പറുകൾ കൂട്ടി ജെ ഇട്ട് എഴുതുക, കെയുടെ കൂടെയുള്ള നമ്പറുകൾ കൂട്ടി കെ ഇട്ട് എഴുതുക. ഇത്ര ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നോക്ക്, കൺസിഡർ ദ വെക്ടേഴ്സ് എ ഈക്വൽ ടു എന്താണ് ക്വസ്റ്റ്യൻ? 2I പ്ലസ് 2J മൈനസ് 5K. ബി ഈക്വൽ ടു എന്താണ്? 3I പ്ലസ് 5J പ്ലസ് 6K. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? എ പ്ലസ് ബി അല്ലേ? ഫൈൻഡ് എ പ്ലസ് ബി. കണ്ടുപിടിക്കാം. രണ്ടും കൂടി കൂട്ടുക. ഇവിടെ ഐയുടെ കൂടെ 2, ഇവിടെ ഐയുടെ കൂടെ 3. 2 പ്ലസ് 3 എത്ര വന്നു? 2 പ്ലസ് 3 എത്ര വന്നു? 5. സിമ്പിൾ കാര്യം. ആ 5 എഴുതുക, ഐ ഇട്ട് അങ്ങോട്ട് എഴുതുക. സിമ്പിൾ. ഇവിടെ ജെയുടെ കൂടെ 2 അല്ലേ? ഇവിടെ ജെയുടെ കൂടെ എത്രയാണ്? 2 പ്ലസ് ഇവിടെ ജെയുടെ കൂടെ എത്രയാണ്? 5. 2 പ്ലസ് 5 എത്ര വന്നടാ? 7. ആ 7 കെ ജെ ഇട്ട് അങ്ങോട്ട് എഴുതുക. 7J. ഇവിടെ കെയുടെ കൂടെ എത്രയാടാ? -5 പ്ലസ് ഇവിടെ കെയുടെ കൂടെ എത്രയാടാ? 6. -5 പ്ലസ് 6 എത്ര വന്നു? +1 അല്ലേ? +1 എഴുതുക, കെ ഇട്ട് അങ്ങോട്ട് എഴുതുക. ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്. കേട്ടല്ലോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്? ഇവിടെ സബ്ട്രാക്ഷനും ഭയങ്കര എളുപ്പം. രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? സബ്ട്രാക്ഷൻ. സബ്ട്രാക്ട് ചെയ്യുന്നതും ഇതുപോലെ തന്നെ സെയിം. എ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ടെന്ന് വിചാരിച്ചു. എ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്, 5I പ്ലസ് 2J പ്ലസ് 8K. ബി എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ടെന്ന് വിചാരിച്ചു, 3I പ്ലസ് 7J പ്ലസ് 4K. എനിക്ക് എയിൽ നിന്ന് ബി കുറയ്ക്കണം.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എന്ന് ബി ഐകൾ കുറയ്ക്കുക, ജെകൾ കുറയ്ക്കുക, കെകൾ കുറയ്ക്കുക, അത്രേ ഉള്ളൂ. നോക്ക്, ഇവിടെ ഐയുടെ കൂടെ 5, ഇവിടെ ഐയുടെ കൂടെ 5 മൈനസ് ഇവിടെ ഐയുടെ കൂടെ 3, 5 മൈനസ് 3 എത്രയാടാ, 5 മൈനസ് 3 എത്രയാടാ 2. ആ 2 ഐ ഇട്ട് അങ്ങോട്ട് എഴുതുക. അടുത്തത് ഇവിടെ ജെയുടെ കൂടെ 2 മൈനസ് ഇവിടെ ജെയുടെ കൂടെ 7, 2 മൈനസ് 7 എത്രയാടാ -5. ആ -5 എഴുതുക, ജെ ഇട്ട് എഴുതുക. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. ഇവിടെ പ്ലസ് ഇവിടെ കെയുടെ കൂടെ 8 മൈനസ് ഇവിടെ കെയുടെ കൂടെ 4, 8 മൈനസ് 4 എത്രയാടാ 4. ആ 4 കെ ഇട്ട് അങ്ങോട്ട് എഴുതുക. സിമ്പിൾ സിമ്പിൾ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്ക്. കൺസിഡർ ദ വെക്ടേഴ്സ്. 2 വെക്ടറുകൾ തന്നിട്ടുണ്ട്. എ ഈക്വൽ ടു എന്താണ് 5i പ്ലസ് 4j മൈനസ് 7k. ബി ഈക്വൽ ടു എന്താണ് 2i പ്ലസ് 4j പ്ലസ് 7k. ഓക്കെ അല്ലേ? സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. നമുക്ക് എയിൽ നിന്ന് ബി കുറയ്ക്കണം, എ മൈനസ് ബി കുറയ്ക്കാം. ഇവിടെ ഐയുടെ കൂടെ 5 തെറ്റിക്കരുത്, 5 മൈനസ് ഇവിടെ ഐയുടെ കൂടെ 2, 5 മൈനസ് 2 എത്രയാണെടാ 3, അത് ഐ ചേർത്ത് എഴുതി. ഇവിടെ ജെയുടെ കൂടെ 4 മൈനസ് ഇവിടെ ജെയുടെ കൂടെ 4, 4 മൈനസ് 4 എത്ര വന്നടാ 0. അപ്പോൾ പ്ലസ് 0j. അടുത്തത് ഇവിടെ കെയുടെ കൂടെ -7 മൈനസ് ഇവിടെ കെയുടെ കൂടെ 7, അപ്പോൾ -7 എത്രയാടാ -14k. ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ആ 0 മാറ്റി 3i മൈനസ് 14k എന്നും എഴുതാം. സിമ്പിൾ കാര്യം. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് മൈനസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യേണ്ടത്. ലാസ്റ്റ് വൺ എന്താണ്? സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അതിൻ്റെ പേര് മൾട്ടിപ്ലിക്കേഷൻ എന്നല്ല, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ കേട്ടോ. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. എങ്ങനെയാണ് സ്കെയിലാർ മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ടെന്ന് വിചാരിച്ചു, 2i പ്ലസ് 3j പ്ലസ് 4k. എനിക്ക് ഈ എയിനെ മൊത്തം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 3a കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഈ 3 കൊണ്ട് ഈ എയിനെ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 2 6i പ്ലസ് 3 × 3 9j പ്ലസ് 3 × 4 എത്രയാണ് 12k. സിമ്പിൾ. അപ്പോൾ എന്നോട് 5a കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? ഈ എയിനെ എല്ലാത്തിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 2 10i, 5 × 3 15j പ്ലസ് 5 × 4 20k. ഇതാണ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഒരു നമ്പർ കൊണ്ട് എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അതൊന്ന് കണ്ടുപിടിക്കാം. ഇതേ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. കൺസിഡർ ദ വെക്ടേഴ്സ്. 2 വെക്ടറുകളുണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട് അല്ലേ? നമ്മളോട് ആദ്യം 3a കണ്ടുപിടിക്കാൻ പറഞ്ഞു. എ എത്രയാണ് നോക്കിയേ, 5i പ്ലസ് 4j മൈനസ് 7k. നമ്മളോട് ആദ്യം 3a ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എയിനെ എല്ലാത്തിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോ. 5 × 3 എത്രയാണ് 15i, 4 × 3 എത്രയാണ് 12j, 7 × 3 എത്രയാണ് 21k. സിമ്പിൾ കാര്യം, സിമ്പിൾ കാര്യം. 15i 12j 21k. അടുത്തത് ബി എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്. വെക്ടർ ഏതാണ്? 2i പ്ലസ് 4j പ്ലസ് 7k. സിമ്പിൾ. നമ്മളോട് 5b ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണോടാ? 5 കൊണ്ട്. 5 × 2 10i പ്ലസ് 5 × 4 20j പ്ലസ് 5 × 7 35k. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. ഇത്രേ ഉള്ളൂ. കേട്ടല്ലോ? ഇനിയാണ് നമ്മൾ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനിലേക്ക് കിടക്കുന്നത്. അതിൻ്റെ പേരാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ്. ഇതാണ് 2 വെക്ടറുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതി. വെക്ടർ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 2 രീതിയിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. ഒന്നാമത്തത് ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയും. എന്താണ്? ഡോട്ട് പ്രൊഡക്റ്റ്. രണ്ടാമത്തത് ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയും. എന്താണ്? ക്രോസ് പ്രൊഡക്റ്റ്. സിമ്പിളാണ് കേട്ടല്ലോ. എന്താണ് ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, എന്താണ് ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് ചോദിക്കുവാണ്. എ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്. ഇതിൻ്റെ രണ്ടും കൂടി ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എയും ബിയും കൂടി ഇങ്ങനെ ഡോട്ട് ഇട്ട് എഴുതി വെക്കും, എ ഡോട്ട് ബി. കേട്ടല്ലോ? ഇനി എ ഡോട്ട് ബിയുടെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. എ ഡോട്ട് ബി കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. ഇവിടെ ഇതാണ് എ എന്ന് പറയുന്ന വെക്ടർ എന്ന് വിചാരിച്ചു. ഇതാണ് എ എന്ന് പറയുന്ന വെക്ടർ, ഇതാണ് ബി എന്ന് പറയുന്ന വെക്ടർ. ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റയാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എയുടെ മോഡുലസ് എടുക്കും, ബിയുടെ മോഡുലസ് എടുക്കും, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ആംഗിളിൻ്റെ കോസ് എടുക്കും, കോസ് തീറ്റ.
അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പറയാം, എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് തീറ്റയാണ്. കേട്ടല്ലോ, ഇതിൻ്റെ ഡെഫിനിഷനാണ്. കേട്ടല്ലോ, എ ബി കോസ് തീറ്റ എടുത്താൽ നമ്മൾ എന്ത് പറയും? അത് ഡോട്ട് പ്രൊഡക്റ്റ് ആണെന്ന് പറയും. സിമ്പിൾ. ഇനി എങ്ങനെയാണ് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, എയും ബിയും കൂടി ക്രോസ് പ്രൊഡക്റ്റ് നടത്തിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചോളാം, എയും ബിയും കൂടി ക്രോസ് പ്രൊഡക്റ്റ് നടത്തി, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, എ ക്രോസ് ബി. കേട്ടല്ലോ, ക്രോസ് പ്രൊഡക്റ്റ് നടത്തി. ഇനി അതെന്താണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര ഉള്ളതാണ്. ഇവിടെ നോക്ക്, ഇവിടെ എ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്, ഇവിടെ ബി എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്. ഈ രണ്ട് വെക്ടറിൻ്റെയും ഇടയിലുള്ള ആംഗിൾ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, എയുടെ മോഡുലസ് എടുക്കുക, ബിയുടെ മോഡുലസ് എടുക്കുക, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ആംഗിൾ എന്താണോ അതിൻ്റെ സൈൻ എടുക്കുക. അതാണ് എ ക്രോസ് ബി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സിംപ്ലിഫൈ ആയിട്ട് എഴുതാം, എ ക്രോസ് ബി ഈക്വൽ ടു എ ബി എന്താണ്? സൈൻ തീറ്റയാണ്. ഇതൊന്നും മറന്നു പോകരുത്, വളരെ സിമ്പിളാണ്. ഇതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡെഫിനിഷൻ. ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ ബി കോസ് തീറ്റ, ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ ബി സൈൻ തീറ്റ. കേട്ടല്ലോ. അപ്പോൾ ഇവിടെ നോക്ക്, എന്താണ് ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി കോസ് തീറ്റ ആണ്. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യും? വളരെ സിമ്പിൾ. എ എന്ന് പറഞ്ഞൊരു വെക്ടർ തന്നടാ, 2i + 3j + 7k. ബി എന്ന് പറയുന്ന ഒരു വെക്ടർ തന്നടാ, 3i + 5j + 8k. എനിക്ക് ഈ എയും ബിയും തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കണം. എങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കും? സിമ്പിളാടാ, വളരെ സിമ്പിൾ. ഐകൾ തമ്മിൽ ഗുണിക്കുക, ജെകൾ തമ്മിൽ ഗുണിക്കുക, കെകൾ തമ്മിൽ ഗുണിക്കുക, ഇത്രേ ഉള്ളൂ. ഇവിടെ ഐ ഏതാണ്? 2. ഇവിടെ ഐ ഏതാണ്? 3. ആ 2ഉം 3ഉം തമ്മിൽ ഗുണിക്കുക. സിമ്പിൾ. ഓക്കെ അല്ലേ? ഇനി ഇവിടുത്തെ ജെ ഏതാണ്? 3 ഇൻറ്റു ഇവിടുത്തെ ജെ ഏതാണ്? 5. അത് തമ്മിൽ ഗുണിക്കുക. പ്ലസ് അടുത്തത് ഇവിടുത്തെ കെ ഏതാണ്? 7 ഇൻറ്റു ഇവിടുത്തെ കെ ഏതാണ്? 8. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഐകൾ ഗുണിച്ചു, ജെകൾ ഗുണിച്ചു, കെകൾ ഗുണിച്ചു. ഇത്രേ ഉള്ളൂ. ഇത് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് ഡോട്ട് പ്രൊഡക്റ്റ്. 2 × 3 എത്ര വന്നു? 6 പ്ലസ് 5 × 3 എത്ര വന്നു? 15 പ്ലസ് 7 × 8 എത്ര കിട്ടി? 56. ഓക്കെ അല്ലേ? അപ്പോൾ ആൻസർ എത്ര കിട്ടി? 56 + 5 എത്ര വന്നു? 61, 71, 77 അല്ലേ? ആൻസർ എത്ര കിട്ടി? 77. അപ്പോൾ നോക്ക്, ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ ഐകൾ ഗുണിക്കുക, ജെകൾ ഗുണിക്കുക, കെകൾ ഗുണിക്കുക. അവിടെ കിട്ടുന്നത് ഒരു വാല്യൂ ആയിരിക്കും കേട്ടോ, വാല്യൂ ആയിരിക്കും, ഒരു നമ്പർ ആയിരിക്കും. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു വാല്യൂ ആയിരിക്കും കേട്ടോ. സിമ്പിൾ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതേ നോക്ക്, കൺസിഡർ ദ വെക്ടേഴ്സ്. എയും ഉണ്ട്, ബിയും ഉണ്ട്. ഫൈൻഡ് എ ഡോട്ട് ബി. അപ്പോൾ ഞാൻ എ എടുത്ത് എഴുതുവാണേ. എന്താണ്? i + 2j + 3k. ഞാൻ ബി എടുത്ത് എഴുതുവാണേ. പറ, 3i + 2j + k. സിമ്പിൾ അല്ലേ? 3i + 2j + k. എനിക്ക് ഇത് രണ്ടിൻ്റെയും കൂടി ഡോട്ട് പ്രൊഡക്റ്റ് കാണണം. ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഐകൾ ഗുണിക്കുക, ജെകൾ ഗുണിക്കുക, കെകൾ ഗുണിക്കുക. ഐയുടെ കൂടെ ഇവിടെ 1 ആണ്, താഴെ 3 ആണ്, ഗുണിച്ചു. ജെയുടെ കൂടെ ഇവിടെ 2 ആണ്, താഴെയും 2 ആണ്, ഗുണിച്ചു. 2ഉം 2ഉം. ഇവിടെ കെയുടെ കൂടെ 3 ആണ്, താഴെ 1 ആണ്, 3ഉം 1ഉം അല്ലേ? അപ്പോൾ 3 × 1. ഇതെല്ലാം കൂടി ആഡ് ചെയ്തെടുത്താൽ മതി. 3 × 1 3 + 2 × 2 4 + 3 × 1 3. ആൻസർ എത്ര കിട്ടി? 10 എന്ന് കിട്ടി. ഇതാണ് ഡോട്ട് പ്രൊഡക്റ്റ്. സിമ്പിൾ അല്ലേ? ഇനി വേറൊരു കാര്യം, വളരെ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു 2 വെക്ടർ തന്നു. 2 വെക്ടർ തന്നിട്ട് നമ്മളോട് ചോദിക്കുവാണ്, ഈ 2 വെക്ടറുകൾ പെർപെൻഡിക്കുലർ ആണോ? എന്താണ്? പെർപെൻഡിക്കുലർ ആണോ എന്ന് ചോദിക്കുവാണ്. പെർപെൻഡിക്കുലർ ആണോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എടാ വളരെ സിമ്പിൾ. പെർപെൻഡിക്കുലർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എ ഡോട്ട് ബി കണ്ടുപിടിക്കുക. അത് 0 ആണെങ്കിൽ അത് രണ്ടും എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. അല്ലെങ്കിൽ അവ തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതേ നോക്ക്, വളരെ സിമ്പിൾ. കൺസിഡർ എ ഈക്വൽ ടു ഒരു വെക്ടർ, ബി ഈക്വൽ ടു വേറൊരു വെക്ടർ. ഷോ ദാറ്റ് എ ആൻഡ് ബി ആർ പെർപെൻഡിക്കുലർ. പെർപെൻഡിക്കുലർ ആണോ എന്ന് കാണിക്കാൻ നമ്മൾ എന്താ പറഞ്ഞത്? എ എന്ന് പറയുന്ന വെക്ടർ എടുക്കുക, 2i + 2j + 5k. ബി എന്ന് പറയുന്ന വെക്ടർ എടുക്കുക, 3i + 2j - 2k. എടാ എ ഡോട്ട് ബി കണ്ടുപിടിക്കുക. എ ഡോട്ട് ബി കണ്ടുപിടിക്കാം. ഐയുടെ കൂടെ 2ഉം 3ഉം, 2 × 3 പ്ലസ് ജെയുടെ കൂടെ 2ഉം 2ഉം, 2 × 2
പ്ലസ് കെയുടെ കൂടെ 5ഉം -2ഉം 5 × -2 ഓക്കെ അല്ലേ. 3 × 2 എത്ര കിട്ടി 6, 2 × 2 എത്ര കിട്ടി 4 പ്ലസ് എത്ര കിട്ടിയടാ -10. അപ്പോൾ 6 + 4 10, ഇവിടെ ഒരു -10. ആൻസർ എത്ര കിട്ടി 0. അപ്പോൾ ഇവിടെ നോക്കടാ A.B ചെയ്തപ്പോൾ നമുക്ക് 0 കിട്ടി. 0 കിട്ടിയാൽ നമ്മൾ പറഞ്ഞു A and B ആർ പെർപെൻഡിക്കുലർ. ഇത്രേ ഉള്ളൂ. 0 കാണിച്ചാൽ അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അടുത്തത് ഈ ഡോട്ട് പ്രൊഡക്റ്റ് വെച്ച് നമ്മൾ ചെയ്യുന്ന 2 മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ്. അതിൽ ഏറ്റവും ആദ്യത്തേതാണ് ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ്. അതായത് നമ്മൾ പറഞ്ഞു, ഇവിടെ നോക്കടാ, ഞാൻ 2 വെക്ടർ എടുക്കുകയാണ്. ഇത് എ എന്ന് പറയുന്ന വെക്ടർ, ഇത് ബി എന്ന് പറയുന്ന വെക്ടർ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ആംഗിൾ തീറ്റയാണ്. എനിക്ക് ഈ തീറ്റ കണ്ടുപിടിക്കണം. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് അറിയാമോ? നമുക്കറിയാം ഈ എയുടെയും ബിയുടെയും നോക്കിക്കടാ, എയുടെയും ബിയുടെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ അതിൻ്റെ ആൻസർ എന്താണ്? AB cos θ ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഇതിൻ്റെ രണ്ടിൻ്റെയും മോഡുലസ് എടുക്കുക, cos θ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ cos θ ഇവിടെ വെച്ചിട്ട് ഈ സാധനം ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുവാണ്, ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്തു. നോക്ക്, A.B ഇത് രണ്ടും കൂടി ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടി? ഈ എയും ബിയും ഇവിടെ കൊണ്ടുവന്ന് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുക. ഇതാണ് എന്ത് കിട്ടുന്നത്? cos θ എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ഇതാണ് നമ്മളുടെ ആംഗിളിൻ്റെ ഇക്വേഷൻ. എന്താണ്? ഇവനെ ഇപ്പുറത്തേക്ക് കൊണ്ട് കിട്ടുമ്പോൾ കിട്ടുന്നത് എന്താണോ അതാണ് നമ്മളുടെ ആംഗിളിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നോക്കടാ, cos θ ഈക്വൽ ടു എന്ത് ചെയ്യണം? 2 വെക്ടറിൻ്റെയും കൂടി ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. അതിൻ്റെ താഴെ 2 വെക്ടറിൻ്റെയും മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് cos θ എന്നായിരിക്കും. അതിൻ്റെ അകത്ത് നമുക്ക് തീറ്റ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ കാണാതെ പഠിക്കണം. വളരെ സിമ്പിളാണ്. cos θ ഈക്വൽ ടു A.B mod A mod B. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ കാര്യം ഓക്കെ ആവും. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് I - 2j + 3k 3i - 2j + k. അപ്പോൾ നോക്ക്, എനിക്ക് എ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്. ആ വെക്ടറിൻ്റെ പേര് എഴുതാം I - 2j + 3k. ഇതാണ് ഒരു വെക്ടർ. രണ്ടാമത് ബി എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്, 3i - 2j + k. എനിക്ക് ഇവ തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. നമ്മൾ എഴുതും, ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? cos θ ഈക്വൽ ടു A.B എന്താണ്? mod A mod B. സിമ്പിൾ സിമ്പിൾ. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വേണോടാ? A.B വേണം. A.B കണ്ടുപിടിക്കാം. A.B എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഐകൾ മൾട്ടിപ്ലൈ ചെയ്യുക, ജെകൾ മൾട്ടിപ്ലൈ ചെയ്യുക, കെകൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ഐയുടെ കൂടെ 1 ഇൻറ്റു, ഇവിടെ ഐയുടെ കൂടെ 3 1 × 3 പ്ലസ് ഇവിടെ ജെയുടെ കൂടെ -2, ഇവിടെ ജെയുടെ കൂടെ -2, അപ്പോൾ -2 × -2 പ്ലസ് ഇവിടെ കെയുടെ കൂടെ 3, ഇവിടെ കെയുടെ കൂടെ 1, അപ്പോൾ എന്ത് വന്നാ 3 × 1. ഓക്കെ അല്ലേ? 1 × 3 3 പ്ലസ് -2 × -2 4 പ്ലസ് 3 × 1 എത്ര കിട്ടി? 3. ആൻസർ എത്ര കിട്ടിയടാ? 10. ഡോട്ട് പ്രൊഡക്റ്റ് 10 എന്ന് കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? മോഡ് എ കണ്ടുപിടിക്കണം. മോഡ് എ കേട്ടല്ലോ. എയുടെ മോഡുലസ് എങ്ങനെ കണ്ടുപിടിക്കും? റൂട്ടിൻ്റെ അകത്ത് ഐയുടെ നമ്പറിൻ്റെ സ്ക്വയർ, ഐയുടെ കൂടെ 1 അല്ലടാ, 1ൻ്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കൂടെ -2 -2ൻ്റെ സ്ക്വയർ പ്ലസ് കെയുടെ കൂടെ 3 3യുടെ സ്ക്വയർ. ഓക്കെ അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ടിൻ്റെ അകത്ത് 1ൻ്റെ സ്ക്വയർ 1 പ്ലസ് -2ൻ്റെ സ്ക്വയർ 4 പ്ലസ് 3യുടെ സ്ക്വയർ 9 വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ എത്ര കിട്ടി? 9 + 4 13 13 + 1 എത്ര കിട്ടി? √14. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. അടുത്തത് ബിയുടെ മോഡുലസ് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്ക്, മോഡുലസ് ബി ഈക്വൽ ടു റൂട്ടിൻ്റെ അകത്ത് നോക്ക്, ഐയുടെ കൂടെ 3 സ്ക്വയർ പ്ലസ് ജെയുടെ കൂടെ -2 സ്ക്വയർ പ്ലസ് കെയുടെ കൂടെ 1 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ടിൻ്റെ അകത്ത് 3 സ്ക്വയർ എത്ര വന്നു? 9 പ്ലസ് -2 സ്ക്വയർ എത്ര വന്നു? 4 1 സ്ക്വയർ എത്ര വന്നു? 1. അപ്പോൾ ആൻസർ എത്ര കിട്ടി? √14 തന്നെ. സിമ്പിൾ കാര്യം. ഇനി ഇതെല്ലാം പെരുക്കി ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. നോക്ക്, cos θ ഈക്വൽ ടു A.B എത്ര കിട്ടിയടാ? 10 ഡിവൈഡഡ് ബൈ √14 ഇൻറ്റു എത്ര വന്നു? √14 തന്നെ. അപ്പോൾ നോക്കടാ, cos θ ഈക്വൽ ടു 10 ഈ 2 റൂട്ടും ക്യാൻസൽ ചെയ്ത് കളയാം, 10/14 എന്ന് വന്നു. അപ്പോൾ നോക്കടാ, cos θ ഈക്വൽ ടു 10/14 നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കാം. രണ്ടിനെയും എത്ര കൊണ്ട് കട്ട് ചെയ്യാം? 2 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 5 വരും, ഇവിടെ 7 വരും അല്ലേ? 5/7. ഇവിടുന്ന് തീറ്റ കണ്ടുപിടിക്കാൻ കോസ് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇതിങ്ങനെയാണ് കേട്ടോ എഴുതുന്നത്. കോസ് എഴുതി മേളിലൊരു -1 എഴുതും. കോസ് ഇൻവേഴ്സ് 5/7 എന്ന് എഴുതും. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കൊണ്ടങ്ങോട്ട് നിർത്തിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ തീറ്റ എന്നും പറഞ്ഞ് കോസ് അപ്പുറത്തേക്ക് കൊണ്ടുപോയി വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇത്ര എഴുതി വെച്ചാൽ ഫുൾ മാർക്കായി. ഇങ്ങനെയാണ് ആംഗിൾ കണ്ടുപിടിക്കുന്നത്.
ഓക്കെ അല്ലേ? സിമ്പിൾ. ലാസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ പ്രൊജക്ഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കും. എന്ന് പറഞ്ഞാൽ രണ്ട് വെക്ടർ ഉണ്ടാവും. നോക്കടാ, ഇവിടെ ഈ എ എന്ന് പറയുന്ന വെക്ടർ ഉണ്ടാവും, ബി എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ടാവും. ഈ ബി ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിന്റെ പുറത്തിടുകയാണെന്ന് വിചാരിച്ചു. അതാണ് പ്രൊജക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ബി ഇങ്ങനെ കറക്കി കൊണ്ടുവന്ന് ഇതിന്റെ പുറത്തിടുവാണെന്ന് വിചാരിച്ചു. അതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. പ്രൊജക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്ഷൻ ഓഫ്, ശ്രദ്ധിച്ചേടാ, പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കണേ, ഈ ഓൺ കഴിഞ്ഞ് പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. എ ഓൺ ബി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏതൊക്കെ വെക്ടറുകളാണോ പറഞ്ഞേക്കുന്നത് അതിൻ്റെ രണ്ടിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. സിമ്പിൾ കാര്യം. ഡിവൈഡഡ് ബൈ ഇവിടെ ഓൺ കഴിഞ്ഞ് പറഞ്ഞിട്ടുള്ള ആൾ ആരാണോ അയാളുടെ മാത്രം മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സിമ്പിൾ. അപ്പോൾ നോക്ക്, പ്രൊജക്ഷൻ ഓഫ് പി ഓൺ ക്യൂ പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ രണ്ട് വെക്ടറുകളുണ്ട്, രണ്ട് വെക്ടറിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. ഓക്കെ, ഓൺ കഴിഞ്ഞ് ആരാണോ പറഞ്ഞേക്കുന്നത് അയാളുടെ മാത്രം മോഡുലസ് എടുത്ത് ഡിവൈഡ് ചെയ്യുക. ഇത്രേ ഉള്ളൂ, സിമ്പിൾ കാര്യം. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാം. നോക്ക്, ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ. ഈ വെക്ടറിനെ നമുക്ക് എ എന്ന് വിളിക്കാം അല്ലേ? വെക്ടർ എ ഓൺ ദ വെക്ടർ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ബി എന്ന് വിളിക്കാം. സിമ്പിൾ. അപ്പോൾ നോക്കടാ, എ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്. എയുടെ പേരെന്താണ്? i പ്ലസ് 3j പ്ലസ് 7k. സിമ്പിൾ. അടുത്തത് ബി എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്. ഏതാടാ? 7i മൈനസ് j പ്ലസ് 8k. ഓക്കെ അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രൊജക്ഷൻ ഓഫ് തെറ്റിക്കരുത്. ഏതാണ്? എ ഓൺ ഏതാണ്? ബി അല്ലേ? അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? ഇതിൻ്റെ രണ്ടിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. താഴെ ഓൺ കഴിഞ്ഞ് പറഞ്ഞിട്ടുള്ള ആരാണോ അയാളുടെ മാത്രം മോഡുലസ് അത് കണ്ടുപിടിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം ഞാൻ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുവാണ്. എ ഡോട്ട് ബി കണ്ടുപിടിക്കാം. ഐ ഏതാണ്? ഇവിടെ 1 7, അപ്പോൾ 1 × 7 പ്ലസ് ഇവിടെ 3 - 1, അപ്പോൾ എന്ത് വീണെന്ന് വന്നടാ? 3 × -1 പ്ലസ് ഇവിടെ 7, ഇവിടെ 8, ഇവിടെ 7 × 8 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വന്നു? 7. 3 × -1 എത്രയാണ്? -3 പ്ലസ് 8 × 7 എത്രയാണ്? 56. അപ്പോൾ 7 - 3 എത്രയാണ്? 4 + 56. ആൻസർ എത്ര കിട്ടി? 60. സിമ്പിൾ. അടുത്തത് താഴെയുള്ള ആളുടെ മാത്രം മോഡുലസ്, അപ്പോൾ ബിയുടെ മാത്രം മോഡുലസ്. അപ്പോൾ ബിയുടെ മോഡുലസ് കണ്ടുപിടിക്കുവാണ്. സിമ്പിൾ. ബിയുടെ മോഡുലസിലേക്ക് പോവാം. ഐയുടെ കൂടെ നിൽക്കുന്ന നമ്പർ, ജെയുടെ കൂടെ നിൽക്കുന്ന നമ്പർ, കെയുടെ കൂടെ നിൽക്കുന്ന നമ്പറിൻ്റെ സ്ക്വയർ. അപ്പോൾ നോക്ക്, ഐയുടെ കൂടെ 7, 7ൻ്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കൂടെ -1, -1ൻ്റെ സ്ക്വയർ പ്ലസ് 8ൻ്റെ കൂടെ കെയുടെ കൂടെ 8, 8ൻ്റെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 49 പ്ലസ് -1ൻ്റെ സ്ക്വയർ 1, 8ൻ്റെ സ്ക്വയർ 64 വിച്ച് ഈസ് ഈക്വൽ ടു √49 + 1 എത്രയാണ്? 50. 50 + 1 എത്രയാണ്? 50 + 60 എത്രയാണ്? 114 എന്ന് ആൻസർ വന്നു. ഇതാണ് മോഡ് ബി. കേട്ടല്ലോ? ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. എ ഡോട്ട് ബി എത്ര കിട്ടിയടാ? 60 ബൈ റൂട്ട് എത്രയാണ്? 114. ഇതാണ് പ്രൊജക്ഷൻ. സിമ്പിൾ കാര്യം. ഓക്കെ അല്ലേ? ഇതാണ് ഡോട്ട് പ്രൊഡക്റ്റ് വെച്ച് ചെയ്യാനുള്ളത്. ഇനിയാണ് ക്രോസ് പ്രൊഡക്റ്റ്. ശ്രദ്ധിക്കണം, ക്രോസ് പ്രൊഡക്റ്റ് രണ്ട് വെക്ടർ എടുത്ത് എ എന്നും ബി എന്നും പറഞ്ഞ് രണ്ട് വെക്ടർ എടുത്ത് നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുന്നതും ഒരു വെക്ടർ ആയിരിക്കുമേ. എന്തായിരിക്കും? ഒരു വെക്ടർ ആയിരിക്കും. ഇനി ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാടാ. എനിക്ക് നോക്കിയേ, a1i പ്ലസ് b1j പ്ലസ് c1k. അടുത്തത് a2i പ്ലസ് b2j പ്ലസ് c2k. ഇങ്ങനെ രണ്ട് വെക്ടറുകളുണ്ട്. ഈ രണ്ട് വെക്ടറും കൂടി ക്രോസ് പ്രൊഡക്റ്റ് എടുക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് മറ്റേ ഡിറ്റർമിനൻ്റ് മെത്തേഡാണ്. ഡിറ്റർമിനൻ്റ് എഴുതുക. ഐയും ജെയും കെയുമാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഏറ്റവും മുകളിൽ ഐയും ജെയും കെയും കൊടുത്തു. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഫസ്റ്റ് വെക്ടറിൻ്റെ ഐയുടെയും ജെയുടെയും കെയുടെയും കൂടെ നിൽക്കുന്ന ആരാണോ അവരെഴുതുക. a1 b1 c1. അതിൻ്റെ താഴെ രണ്ടാമത്തെ വെക്ടറിൻ്റെ ഐയുടെയും ജെയുടെയും കെയുടെയും കൂടെ നിൽക്കുന്ന ആളെ എടുത്ത് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്തായി? എ ക്രോസ് ബി ആയി. സിമ്പിൾ. കേട്ടല്ലോ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറും. നോക്ക്,
എ ഈക്വൽ ടു എ എന്നും പറഞ്ഞൊരു വെക്ടർ ഉണ്ട്. എന്താണ്? 2i പ്ലസ് ജെ പ്ലസ് കെ. സിമ്പിൾ. അടുത്തത് ബി എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്. എന്താണ്? i പ്ലസ് ജെ പ്ലസ് കെ. എനിക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി എന്തെടുക്കണോടാ? ക്രോസ് പ്രൊഡക്റ്റ് എടുക്കണം. ശ്രദ്ധിച്ചോ, വളരെ സിമ്പിൾ. എ ക്രോസ് ബി ഈക്വൽ ടു എന്ത് ചെയ്യണം? നമ്മൾ ഡിറ്റർമിനൻ്റ് വരച്ചു. മുകളിൽ ഐ എഴുതി, ജെ എഴുതി, കെ എഴുതി. ഐയുടെ ആദ്യത്തെ വെക്ടറിൻ്റെ 2 1 1 അല്ലേ, 2 1 1 എഴുതി. രണ്ടാമത്തെ വെക്ടറിൻ്റെ ഐയുടെയും ജെയുടെയും കെയുടെയും കൂടെ നിൽക്കുന്നത് 1 1 1 ഈക്വൽ ടു. ചെയ്യാം, വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചോളണം. ഇവ എങ്ങനെയായിരുന്നു ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുന്നത്? ആദ്യത്തെ ഐ എടുത്തു. ഐയുടെ റോ മാറ്റണം, ഐയുടെ കോളം മാറ്റണം, ബാക്കിയുള്ളത് 2/2 ഡിറ്റർമിനൻ്റ് ആയിട്ട് എഴുതണം. 1 1 1 1 അല്ലേ, അത് എഴുതുക. 1 1 1 1. ഇനി രണ്ടാമത്തെ ആരാണോ അയാളുടെ ചിഹ്നം മാറ്റി എഴുതണം. അവിടെ ജെ ആണ്, അപ്പോൾ -j ഇട്ടു, ചിഹ്നം മാറ്റി എഴുതി. എന്നിട്ട് ജെയുടെ റോയും മാറ്റി, ജെയുടെ കോളം മാറ്റി, അപ്പോൾ 2 1 1 1 എന്ന് കിട്ടി. അവൻ എടുത്ത് എഴുതുക 2 1 1 1. ഓക്കെ അല്ലേ? അടുത്തത് കെ എടുത്തു, കെയുടെ റോയും കെയുടെ കോളവും മാറ്റി, അപ്പോഴും 2 1 1 1 എന്ന് കിട്ടി. അവൻ എടുത്ത് എഴുതുക പ്ലസ് കെ അതുപോലെ തന്നെ എഴുതി. എന്നിട്ട് അവൻ്റെ റോയും കോളവും മാറ്റിയപ്പോൾ 2 1 1 1 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? സിമ്പിൾ. ഇനി എന്ത് ചെയ്യുക? ഇനി ഇത് സാധാ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു നോക്ക്. ഐ ഇൻറ്റു എങ്ങനെയായിരുന്നു 2/2 ഡിറ്റർമിനൻ്റ് ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പോൾ എ ബി സി ഡി എന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത്രേ ഉള്ളൂ. അപ്പോൾ 1 × 1 എത്രയാണ്? 1. മൈനസ് 1 × 1 എത്രയാണ്? 1. മൈനസ് ജെ ഇൻറ്റു 2 × 1 എത്രയാടാ? 2. മൈനസ് 1 × 1 എത്രയാടാ? 1. അടുത്തത് പ്ലസ് കെ ഇൻറ്റു 2 × 1 എത്രയാടാ? 1. മൈനസ് 1 × 1 എത്രയാടാ? 1 അല്ലേ? 2 × 1 എത്രയാണ്? 2. ഓക്കെ അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു 1 - 1 എത്രയാണ്? 0. മൈനസ് ജെ ഇൻറ്റു 2 - 1 എത്രയാണ്? 1. പ്ലസ് കെ ഇൻറ്റു 2 - 1 എത്രയാണ്? 1. ഓക്കെ അല്ലേ? അപ്പോൾ ആൻസർ എത്ര വന്നു? ഐ ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0i, മൈനസ് ജെ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ മൈനസ് ജെ, പ്ലസ് കെ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ പ്ലസ് കെ. ഈ 0 വേണമെങ്കിൽ മാറ്റി മൈനസ് ജെ പ്ലസ് കെ എന്ന് എഴുതാം. ഇത്രേ ഉള്ളൂ. ഇതാണ് എന്ത്? ക്രോസ് പ്രോഡക്റ്റ്. കേട്ടല്ലോ? പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് മിക്കപ്പോഴും ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാരലോഗ്രാം തരും. ഈ പാരലോഗ്രാമിൻ്റെ ഈ സൈഡ് എ എന്നും ഈ സൈഡ് ബി എന്നും തന്നിട്ടുണ്ടാവും. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ചോദിക്കും. ഈ ഏരിയ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഈ പാരലോഗ്രാമിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. സൈഡിൻ്റെ എ എന്ന് പറയുന്ന സൈഡിൻ്റെയും ബി എന്ന് പറയുന്ന സൈഡിൻ്റെയും ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. ആ കിട്ടുന്ന വെക്ടറിൻ്റെ എന്ത് ചെയ്യുക? മോഡുലസ് എടുക്കുക. അപ്പോൾ ആൻസർ ആവും. ഇതാണ് ഇതിൻ്റെ അകത്ത് നിന്ന് ചോദിക്കുന്നൊരു ചോദ്യം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കുറച്ചധികം ഉണ്ട് ടൈപ്പ്, അതെല്ലാം നോക്കുക. വളരെ സിമ്പിൾ.